അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദീന ജീവിതകാലത്ത് നയിച്ചിരുന്ന സൈനിക നടപടികളും സൈനിക നീക്കങ്ങളുമാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിജ്റ 2, 3, 4, 5 വർഷങ്ങളിലായി നടത്തിയ സൈനിക നടപടികൾ അവിടുന്ന് കാര്യമായും നടത്തിയിരുന്നത് മക്കയിലെ ഖുറൈശികളോടായിരുന്നു എന്നും നാം വിവരിച്ചു. അതിനിടയിലാണ് മദീനയിലെ ജൂത ഗോത്രങ്ങളുമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ബനു കൈനുക്കാഴ്, ബനു നെളീർ, ബനു ഖുറൈള എന്ന് തുടങ്ങിയ അവിടുത്തെ ഗോത്രങ്ങളെല്ലാം ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറയായി വന്ന തുടക്കത്തിൽ തന്നെ മദീനയിൽ വെച്ച് നടത്തിയ മദീന കരാറിൽ ഒപ്പുവെക്കുകയും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടവരുമായിരുന്നു. അവരൊക്കെയും നബിയോടൊപ്പം നിൽക്കാമെന്നും മദീനയോടൊപ്പം നിൽക്കാമെന്നും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയോ മദീനക്കെതിരെയോ ആര് വരികയാണെങ്കിലും അവരെ തുരുത്താൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൂടെ മദീനയുടെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞ് ഒപ്പിട്ടിരുന്ന ആ മദീനയിലെ ജൂത ഗോത്രങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബദറിൽ വെച്ച് വിജയം കൈവരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവർ ആ കരാറ് ലംഘിച്ചിട്ടുണ്ട്. ബനു കൈനുക്കാഴ് എന്ന് പറയുന്ന ജൂത ഗോത്രം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നടത്തിയ കരാറ് ലംഘിക്കുകയും പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഔറത്ത് വെളിപ്പെടുത്തിയിട്ട് അവിടുത്തെ ശരീരഭാഗങ്ങൾ വെളിപ്പെടുത്തി പരസ്യമായി ചിരിക്കുകയും ചോദ്യം ചെയ്യാൻ ചെന്ന ആളുകളെ കൊല്ലുകയും ചെയ്യുകയും അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വിധം കരാറ് പൊളിക്കുകയും ഇസ്ലാമിനെതിരെ വെല്ലുവിളിക്കുകയും ചെയ്ത സമയത്ത് അവരെ അള്ളാഹുവിന്റെ റസൂൽ ഉപരോധിച്ച് ഷാമിലേക്ക് നാടുകടത്തുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക പ്രാർത്ഥന പ്രകാരം 1 വർഷം തികയുമ്പോഴത്തേക്ക് തന്നെ അവരെല്ലാവരും ഷാമിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത സംഭവം നാം വിവരിച്ചു കഴിഞ്ഞു. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആ വിധം കരാറിൽ ഏർപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ബനു നെളീർ എന്ന് പറയുന്ന മദീനയിലെ ജൂതഗോത്രം. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വരുന്നവരായിരുന്നു ബനു നെളീർ ഗോത്രം. ഹിജ്റ 4-ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന അവരുടെ അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടു പോയ ഒരാളുടെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ചെന്നതായിരുന്നു. അവരും ആ നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥരായിരുന്നു പലവിധേനെ. ആ നഷ്ടപരിഹാരം വാങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അവരെ സമീപിച്ച സമയത്താണ് അവർ കരാറ് ലംഘിച്ചത്. ആദരവായ നബിയെ കണ്ടപ്പോ ഗോത്ര തലവന്മാർ നല്ല മാന്യമായ രീതിയിലാണ് അവർ സ്വീകരിച്ചത്. ആരംഭ നബിയെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നത്, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വരൂ, ഇരിക്കൂ, ഇപ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് കാണാൻ, ഞങ്ങളെ ഒന്ന് സമീപിക്കാൻ, ഞങ്ങളുടെ അരികിലേക്കൊന്ന് വരാൻ, ഞങ്ങളുടെ സഹായം ഒന്ന് തേടാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ ഇരുത്തുകയാണ്. നബിയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ സ്വഹാബി വര്യന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ചെന്നപ്പോൾ അവരെയൊക്കെയും സ്വീകരിച്ച് ഒരു വീടിന്റെ ചാരത്ത് അവരെ ഇരുത്തിയിട്ട് പറയുന്നത്, ഞങ്ങളൊന്ന് കൂടിയാലോചിക്കട്ടെ, നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ, ഞങ്ങൾ സൽക്കാരം കഴിഞ്ഞു പോകാം, നിങ്ങൾക്ക് വേണ്ട ആ നഷ്ടപരിഹാരം ഞങ്ങൾ തരാം, എങ്ങനെയാണ് തരേണ്ടത് എന്ന് ഞങ്ങളൊന്ന് കൂടിയാലോചിക്കട്ടെ എന്ന് പറഞ്ഞ് നബിയെയും സ്വഹാബി വര്യന്മാരെയും അടുത്തുണ്ടായിരുന്ന ഒരു വീടിന്റെ അരികിലിരുത്തിയിട്ട് അപ്പുറത്ത് പോയി അവർ ഗൂഢാലോചന നടത്തുകയാണ്. ബനു നെളീറിന്റെ നേതാവായ ഹുയൈ ഇബ്നു അഖ്തബ എന്നയാളുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. അവസാനം അവർ എത്തിപ്പെട്ട തീരുമാനം അള്ളാഹുവിന്റെ റസൂലിനെ ആരും അറിയാതെ വധിക്കുക എന്നാണ്. കിട്ടിയ ചാൻസാണിത്. നബിയുമായി കരാറിൽ ഏർപ്പെട്ടവരാണ്, നബിയുമായി കരാറിൽ ഒപ്പുവെച്ചവരാണ്. നബിയുമായുള്ള ആ കരാറ് ലംഘിച്ചുകൊണ്ട് നബിയെ വധിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ വധിച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിരിക്കുന്ന സ്വഹാബി വര്യന്മാർ വളരെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ. അവരെ നമുക്ക് സുഖമായി ബന്ദിയാക്കി പിടിച്ചെടുക്കാം എന്നാണ് അവർ കൂടിയാലോചിക്കുന്നത്. അംർ ബിൻ ജിഹാഷി എന്ന് പറയുന്ന ഒരാൾ ഇതിന് തയ്യാറാവുകയാണ്. നബി ഒരു വീടിന്റെ ചാരത്തായിരിക്കുന്നത്. ആ വീടിന്റെ മുകളിൽ ചെന്നുകൊണ്ടൊരു പാറക്കല്ല് നബിയുടെ ശരീരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് നബിയെ കൊല്ലാനാ അവരുടെ തീരുമാനം.
ഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലെത്തുന്നു. ഈ വിവരം പറയുന്നു. നബിയോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. കൂടെയുള്ള ആളുകളോട് പറയണ്ടെന്ന അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോൾ നബി തങ്ങൾ പറയുകയാണെങ്കിൽ, നബിയോടൊപ്പം അവരും പുറപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അവരെ പിടികൂടാൻ കഴിഞ്ഞേക്കാം. നബി തങ്ങൾ അവിടുത്തെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ എന്ന വിധം അവിടെ നിന്ന് പോരാൻ പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ റസൂല് കൂടെയുള്ളവരോട് പോലും അറിയിക്കാതെ പോരുന്നു. നബി തങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ പോയതാണെന്ന് മനസ്സിലാക്കി അവരവിടെ ഇരിക്കുന്നു. അല്പസമയം കഴിഞ്ഞു നബി തങ്ങൾ വരുന്ന നേരം കഴിഞ്ഞിട്ടും വരാതായപ്പോ സ്വഹാബി വര്യന്മാരും പോരുന്നു. എല്ലാവരും മദീനയിലെത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് വിവരം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലും കൂടെയുള്ള ആളുകൾക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിവരം കിട്ടിയിട്ട് അവർ രക്ഷപ്പെട്ടു. ഈ വഞ്ചകന്മാരിൽ നിന്ന്, ചതിയന്മാരായ ജൂതന്മാരുടെ വഞ്ചനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് രക്ഷപ്പെട്ടു മദീനയിലെത്തി. ഇവരുടെ അരികിലേക്ക് ഒരു ജൂതൻ വന്നുകൊണ്ട് ചോദിക്കുന്നു. ഇവരുടെ കൂടിയാലോചനകൾ കേൾക്കുമ്പോ ഇവരെന്തൊക്കെയോ തന്ത്രങ്ങൾ മെനയുമ്പോ ജൂതൻ ചോദിക്കുന്നത്, മാതാ തുരീദൂൻ, എന്താ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവര് പറയുന്നു, നുരീദു മുഹമ്മദ, മുഹമ്മദ് ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ആ മുഹമ്മദിനെ കൊല്ലാനാ നമ്മൾ ഒരുങ്ങുന്നത്. ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെ? മുഹമ്മദ് ഇതാ ഈ വീടിന്റെ ചാരത്തുണ്ടെന്ന് പറയുമ്പോഴാ അദ്ദേഹം പറയുന്നത്, ലഖദ് തറക്തു മുഹമ്മദൻ ദാഖിലുൽ മദീന, മുഹമ്മദിനെയല്ലേ മദീനയുടെ ഉള്ളിൽ ഞാൻ കണ്ടത്, മുഹമ്മദ് അങ്ങ് മദീനയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാ ഇവർ ചെന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഇവർക്ക് പറ്റിയ അമളി ബോധ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് രക്ഷപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിക്കാൻ, നബിയെ വഞ്ചിച്ച് കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിരുന്ന ഈ വിഭാഗത്തിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. നബി തങ്ങൾ വന്നുകൊണ്ട് അവരോട് പറയുന്നത്, നാട് വിട്ടു പോവണം, ഇവിടെ കൊല്ലുമെന്നല്ല പറയുന്നത്, എല്ലാവരെയും വധിച്ചു കളയുകയല്ല ചെയ്തത്, നാട് വിട്ടു പോവണം. ചതിയന്മാരെ, വഞ്ചകന്മാരെ, അറിയാതെ കൊല്ലാൻ നോക്കിയവരെ, നിങ്ങൾ നാട് വിട്ടു പോവണം. 10 ദിവസം നിങ്ങൾക്ക് അവസരം തരാം. 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നാട് വിട്ടു പോവണം. ഒരൊട്ടകപ്പുറത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. പടക്കോപ്പുകളും പടയങ്കികളും യുദ്ധത്തിന്റെ ആയുധങ്ങൾ നിങ്ങൾ കൊണ്ടുപോകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അവർ സ്വീകരിക്കുകയാണ്. മദീന വിട്ടവർ പോവാൻ തയ്യാറാകുന്നു. ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യൻ ഇബ്നു സലൂൽ എന്ന് പറയുന്നയാൾ, അന്ന് വിശ്വസിച്ചയാളുടെ കൂട്ടത്തിൽ കൂടിയ അവിശ്വാസിയാണ്, മുനാഫിക്കാൺ, കപടന്മാരുടെ നേതാവാണ്, പുറമേ വിശ്വസിച്ച് നടക്കുന്നയാളാ. ഇദ്ദേഹം വന്നുകൊണ്ട് ബനു നളീർ ഗോത്രക്കാരോട് പറയുന്നത്, നിങ്ങൾ എവിടെയും പോവണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും, ഞാനുമായി സത്യകരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തുഫാൻ ഗോത്രക്കാരുണ്ടാകും, അവരുടെ കൂടെയുള്ള ഖുറൈള ഉണ്ടാകും, ഇവരൊക്കെയും നിങ്ങളോടൊപ്പം വരും, നിങ്ങൾക്കൊന്നും പറ്റുകയില്ല, മുഹമ്മദിന്റെ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ എവിടേക്കും പോവണ്ട എന്ന് അദ്ദേഹം വാക്ക് നൽകുമ്പോഴാണ് ബനു നളീർ ഗോത്രക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ വിവരം അറിയിക്കുന്നത്, ഞങ്ങൾ എവിടെയും പോകുന്നില്ല. ഫസ്ന മാ ബദാലക്, നിനക്കെന്താണോ തോന്നുന്നത് അത് നീ ചെയ്തോ, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ എന്തും ചെയ്തോ നീ, ഞങ്ങൾ ഇവിടെ നിന്ന് എവിടേക്കും പോവുകയില്ല എന്നവർ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയാണ്. അസർ നമസ്കാരം അവരുടെ വീടിന്റെ നടുമുറ്റത്തെത്തിയിട്ട അള്ളാഹുവിന്റെ റസൂലും സഹാബി വര്യന്മാരും നമസ്കരിക്കുന്നത് അവരെ വന്ന് പെട്ടെന്ന് ഉപരോധിക്കുകയാണ്. അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ ഉബയ്യൻ ഇബ്നു സലൂലിനെ കാണാനില്ല, ഒത്തുഫാൻ ഗോത്രക്കാരില്ല, ഖുറൈളുകാരില്ല, ആരും അവരുടെ അരികിലേക്ക് വരുന്നില്ല. അവരാകെ കുടുങ്ങിപ്പോയി, പ്രയാസപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ റസൂൽ അവരെ ഉപരോധിച്ച് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. പക്ഷെ അവർ തയ്യാറാവുന്നില്ല. അവരുടെ ഒരു ഈത്തപ്പഴത്തോട്ടം അള്ളാഹുവിന്റെ റസൂൽ വെട്ടി കരിച്ചു കളഞ്ഞു അവരെ ഇളക്കാൻ വേണ്ടി. അത് ഫലം കണ്ടു. ഇത് കത്തിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിപ്പോകാം, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് അവർ പോവുകയാ ചെയ്തത്. അവരോട് അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോവാൻ പറഞ്ഞതും അതിലപ്പുറം സ്വർണ്ണ നാണയങ്ങളും എല്ലാ സ്വത്തുക്കളും അവരെടുത്തു. അവര് താമസിച്ചിരുന്ന വീട് അതവര് പൊളിച്ചുകൊണ്ട് അതിന്റെ ഉരുപ്പടികളും ഇനി ആരും ഇവിടെ പാർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ താമസിച്ച വീടുകളെല്ലാം പൊളിച്ച് അതിന്റെ മരക്കഷ്ണങ്ങളും എടുക്കാൻ പറ്റുന്നത് മുഴുവനും എടുത്തുകൊണ്ട് പതിതരായി നാട് വിട്ടു പോവേണ്ടി വന്ന ആ ജൂതന്മാര് പോലും ആ സമയത്ത് അവർ പോകുന്നത് പാട്ടുപാടിയാണ്, നൃത്തം വെച്ചുകൊണ്ടാണ്. ചവിട്ടി നൃത്തം വെച്ച് സ്ത്രീകളെ വെച്ച് പാട്ടുപാടി കുടിച്ച് കൂത്താടിയിട്ട് അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെയാണ് അവർ നാട് വിട്ടുപോയത്. പല ആളുകളും പോയത് ഖൈബറിലേക്കാണ്, ചില ആളുകൾ ഷാമിലേക്കും പോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിക്കാൻ നോക്കിയ, വഞ്ചകരായ, നബിയെ വധിക്കാൻ നോക്കിയ ആ ബനു നളീർ ഗോത്രക്കാർ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ നാട് കടത്തിയത് ഹിജറ 4-ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു.
അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ബനൂ ഖുറൈള എന്ന് പറയുന്ന മദീനയിലെ ഒരു ജൂതഗോത്ര വിഭാഗം. നബിയുമായി കരാറിൽ ഏർപ്പെട്ടവരാണ്, മദീന കരാറിൽ ഒപ്പുവെച്ചവരാണ്. പക്ഷെ അവരും നബിയെ ചതിക്കാൻ നോക്കിയവരാണ്, വഞ്ചിക്കാൻ നോക്കിയവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മദീനയെയും സ്വഹാബത്തിനെയും ഇല്ലാതെയാക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് വന്നിരുന്ന 10,000-ഓളം വരുന്ന ഖുറൈശികളെ അള്ളാഹുവിന്റെ റസൂല് കിടങ്ങ് കീറിയിട്ട് പ്രതിരോധിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ നിന്നുകൊണ്ട് നബിയെ വഞ്ചിക്കാൻ നോക്കിയവർ, നബിക്കെതിരെ ചട്ടം കെട്ടിയവർ, നബിക്കെതിരെ മക്കയിൽ നിന്ന് വന്നിരുന്ന ഖുറൈശികളെ മദീനയിലേക്ക് കയറ്റാൻ അനുവാദം കൊടുത്തുകൊണ്ട് രണ്ടു ഭാഗങ്ങളിലൂടെയായി ആയിരക്കണക്കിന് മുശ്രിക്കുകളെയും ഖുറൈശികളെയും മദീനയിലേക്ക് കയറ്റാൻ വേണ്ടി അവസരം കൊടുത്ത് നബിയെ വഞ്ചിക്കാൻ നോക്കിയ ബനൂ ഖുറൈള ഗോത്രക്കാർ അള്ളാഹുവിന്റെ റസൂൽ ഖന്തക്കെല്ലാം കഴിഞ്ഞ് ആ വന്നിരുന്ന 10,000-കണക്കിന് ശത്രുക്കളും പേടിച്ച് പിന്തിരിഞ്ഞോടിയതിനു ശേഷം ആരംഭ നബി തങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് വീട്ടിലിരിക്കുമ്പോ അതാ കതകിന് വന്ന് മുട്ടുന്നു ഒരാൾ. നബി വാതിൽ തുറക്കുന്നു, നോക്കുമ്പോൾ ദിഹിയത്തുൽ കൽബിയെ പോലെ ഒരാൾ. അദ്ദേഹത്തെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുന്നു നബി തങ്ങൾ. വീടിന്റെ ഉള്ളിലേക്ക് വന്ന അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആരാണ് വന്നിരുന്നത്? കണ്ടു നോക്കുമ്പോൾ ദിഹിയത്തുൽ കൽബിയെ പോലെയുണ്ടല്ലോ. നീ കണ്ടുവല്ലേ അത് ജിബ്രീൽ അലൈഹിസ്സലാമാ വന്നത്. സാധാരണ പലപ്പോഴും ജിബ്രീൽ വരാറുള്ളത് അതേ ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സ്വഹാബി വര്യന്റെ രൂപത്തിൽ തന്നെയായിരുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, അങ്ങ് പടക്കോപ്പുകളെല്ലാം വെച്ചോ നബിയെ? ഖന്തക്ക് കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുകയാണോ? ഇല്ല നബിയെ, വിശ്രമിക്കാൻ സമയമായിട്ടില്ല. മലക്കുകൾ അവരുടെ കൂടെയുള്ള ആയുധങ്ങൾ വെച്ചിട്ടില്ല. ഖന്തക്കിലേക്ക് വന്ന മലക്കുകൾ അങ്ങയോട് അല്ലാഹുവിന്റെ കൽപ്പന ബനൂ ഖുറൈളുകാരുടെ അരികിലേക്ക് ചെല്ലാനാണ്. അങ്ങയെ വഞ്ചിക്കാൻ നോക്കിയവർ, അങ്ങയെ ചതിക്കാൻ നോക്കിയവർ, അങ്ങയെ കൊല്ലാൻ വേണ്ടി മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളെ മദീനയിലേക്ക് പ്രവേശനം അനുവദിച്ചു കൊടുത്തവർ, അവരുടെ അരികിലേക്ക് പോവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഞങ്ങൾ മലക്കുകൾ അങ്ങോട്ടാ പോകുന്നത് എന്ന് പറയുമ്പോ ആരംഭ നബി തങ്ങൾ വിളിച്ചു പറയാൻ കൽപ്പിക്കുക, എല്ലാവരും ഇനി ബനൂ ഖുറൈള ഗോത്രക്കാരുടെ അരികിലെത്തിയിട്ടേ അസ്ർ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന്, എല്ലാവരും അവിടേക്ക് വരണമെന്ന്. ഖന്തക്കിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ച, മുറിവുകളേറ്റ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സ്വഹാബി വര്യന്മാരോടാ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന വരുന്നത്. അവര് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന കേട്ടപ്പോൾ തന്നെ അവിടെ എത്തുകയാണ്. ബനൂ ഖുറൈള ഗോത്രത്തിന്റെ അരികിലേക്ക് എത്തുന്നു, അവർ താമസിക്കുന്ന ഇടത്തേക്ക്. അലി റളിയല്ലാഹു അൻഹു ആദ്യമേ ചെന്ന് നോക്കുമ്പോ ബനൂ ഖുറൈള ഗോത്രക്കാർ അല്ലാഹുവിന്റെ റസൂലിനെ അസഭ്യം പറയുകയാണ്, ചീത്ത വിളിക്കുകയാണ്, വേണ്ടാത്ത വൃത്തികേടുകൾ പറയുകയാണ്, മോശപ്പെട്ട വാക്കുകളാ പറയുന്നത്. അലിയാര് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അങ്ങോട്ട് വരണ്ട നബിയെ, ദുഷ്ടന്മാർ, വഞ്ചകന്മാർ, തെമ്മാടികൾ, അവരുടെ അരികിലേക്ക് അങ്ങ് വരണ്ടെന്ന് പറയുമ്പോ ആരംഭ നബി തങ്ങൾ പറയുന്നത്, എന്നെപ്പറ്റി വേണ്ടാത്തത് അവർ പറയുന്നത് നീ കേട്ട് കാണുമല്ലേ, അത് ഞാനില്ലാത്തപ്പോഴേ അവർ പറയുകയുള്ളൂ, എന്നെ കണ്ടാൽ അവര് മിണ്ടില്ല. ആരംഭ നബി തങ്ങൾ അവരുടെ അരികിലെത്തുന്നു, അവരെ വിളിക്കുന്നത് കുരങ്ങന്മാരുടെ സഹോദരന്മാരെ എന്നാണ്, കുരങ്ങുകളുടെ സഹോദരന്മാരെ എന്ന്. അവരുടെ മുൻഗാമികളും ഇതുപോലെ തന്നെ ജൂതന്മാരായവരുടെ മുൻഗാമികൾ അവർക്ക് നിയമമാക്കപ്പെട്ടിരുന്ന നിയമത്തിനെതിരെ അവർ ചെയ്തതിന്റെ പേരിൽ അവരെ കുരങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട്. അത് അവർക്കും തന്നെ അറിയാമായിരുന്നു. ആ കുരങ്ങുകളുടെ സഹോദരന്മാരെ അള്ളാഹു നിങ്ങളെ നിന്ദ്യന്മാരാക്കിയിരിക്കുന്നു, നിങ്ങളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇതായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എത്തുന്നത്. അവര് പറയുന്നത്, യാ മുഹമ്മദ് യാ അബൽ ഖാസിം മാ കുന്ത ജഹൂല, നിങ്ങളൊരു വിവരമില്ലാത്ത ആളായിരുന്നില്ലല്ലോ, എന്തുപറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബി വര്യന്മാരും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരെ ഉപരോധിക്കുകയാണ്. മദീനയിലേക്ക് കടക്കാൻ വേണ്ടി ശത്രുക്കൾക്ക് അവസരം നൽകിയ, മദീനയിലെ പാവപ്പെട്ട വിശ്വാസികളെയും സ്ത്രീകളെയും കുട്ടികളെയും സ്വഹാബി വര്യന്മാരെയും കൊന്നൊടുക്കാൻ വേണ്ടി അവർക്ക് അവസരം നൽകിയ ജൂത ഗോത്രത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ബനൂ ഖുറൈള ഗോത്രക്കാരെ അവിടെ ഉപരോധിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലേക്ക് ഹുറയ്യ് ഇബ്നു അഖ്തബ് എന്നയാളുണ്ട്, ബനു നളീർ ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹമായിരുന്നു മക്കയിൽ നിന്ന് മുശ്രിക്കുകളെ മദീനയിലേക്ക് കൊണ്ടുവന്നത്. 10,000-കണക്കിന് ശത്രുക്കളെ ചട്ടം കെട്ടി കൊണ്ടുവന്നത് അദ്ദേഹമാണ് ബനൂ ഖുറൈള ഗോത്രക്കാരെയും പറഞ്ഞുകൊണ്ട് നബിക്കെതിരെ ഇറങ്ങാൻ അവസരമുണ്ടാക്കിയെടുത്തിരുന്നത്. ഹുയൈ പറഞ്ഞിരുന്നു, എങ്ങാനും ഇവിടെ വെച്ച് പരാജയപ്പെട്ടാൽ, ഖന്തക്കിൽ വെച്ച് പരാജയം നമുക്ക് നടക്കുന്നതെങ്കിൽ നിങ്ങളോട് കൂടെ കൂടാൻ, നിങ്ങൾക്ക് എന്ത് പറ്റുന്നുവോ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവോ അത് ഏറ്റുവാങ്ങാൻ ഞാനും തയ്യാറാ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ അയാളും വന്നിട്ടുണ്ടായിരുന്നു, ഹുയൈ ഇബ്നു അഖ്തബ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഉപരോധിക്കുകയാണ്. അവരുടെ നേതാവ് കഅബ് ഇബ്നു അസദ് ഉപരോധിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഞാനൊരു 3 കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാം,
നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്ന്, നമ്മൾ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയ സത്യപ്രവാചകനാണല്ലോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ മുഹമ്മദ് സത്യമാണെന്നറിയാം. വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. മദീനയിൽ അദ്ദേഹം എത്തുമെന്നും അറിയാം. അറബികളോടുള്ള അസൂയയുടെ പേരിലാ നമ്മൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കാത്തത്. ബനൂ ഇസ്രായേലിൽ ആയില്ലല്ലോ മുഹമ്മദ് എന്നതിന്റെ പേരിലല്ലേ ഈ സത്യം അറിയുന്നു. നമുക്ക് മുഹമ്മദിന്റെ കൂടെ കൂടാം, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും, അവനോടൊപ്പം കൂടാം. അവര് പറയുന്നു, ഇല്ല, മൂസാ നബിയെ വിട്ടുകൊണ്ട്, തൗറാത്ത് വിട്ടുകൊണ്ട് ഇനി മറ്റൊന്ന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട, മുഹമ്മദിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. എങ്കിൽ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, നമുക്ക് നമ്മുടെ മക്കളെയും ഭാര്യമാരെയും സ്ത്രീകളെയും എല്ലാവരെയും നമുക്ക് തന്നെ അങ്ങ് കൊല്ലാം. എന്നിട്ട് നമ്മ ഉപരോധിക്കുന്നവരുടെ അരികിലേക്ക് വാളും ഊരി പിടിച്ചങ്ങിറങ്ങാം. കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മൾ മരിക്കട്ടെ. നമ്മുടെ പിന്നിൽ നമ്മുടെ മക്കളില്ലല്ലോ, നമ്മുടെ കുടുംബമില്ലല്ലോ, ആർക്കും ഒരു നഷ്ടം വരാനില്ലല്ലോ, അവരുടെ കാര്യമോർത്ത് വേവനാതിപ്പെടാനില്ലല്ലോ. ഇനി നമ്മൾ വിജയിക്കുകയാണോ എങ്കിൽ നമുക്ക് മടങ്ങി വന്നാൽ നീയുമുണ്ടല്ലോ സ്ത്രീകൾ, വിവാഹം ചെയ്യാം, മക്കളും കുടുംബവും ഒക്കെ നമുക്ക് പിന്നീട് അങ്ങുണ്ടാകും. അവർ പറയുന്നത്, നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം കൊന്നിട്ട് ഫമാ ഖൈറുൽ ഐശി ബഅദ, പിന്നെ എന്ത് സുഖമാണ് ജീവിതത്തിനുള്ളത്? അവർക്ക് ശേഷം എന്ത് നന്മയാണ്, എന്ത് സുഖമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഞങ്ങൾ ഏതായാലും അതിന് തയ്യാറല്ലെന്ന അദ്ദേഹം പറയുന്നത്. എങ്കിൽ ഇത് സബ്ബത്ത് നാളാണ്. നമ്മുടെ ഈ നാളിൽ നമ്മൾ മുഹമ്മദിന്റെ അരികിലേക്ക് ഇറങ്ങില്ല എന്നവർക്കറിയാം. നമ്മൾ മാനിക്കുന്ന നാളാണ്. മുഹമ്മദും കൂട്ടക്കാരും നമ്മൾ വരില്ലെന്ന് കരുതിയിരിക്കുന്ന സമയമായിരിക്കും ഒരു പക്ഷേ ഇത്. നമുക്ക് അവരുടെ അരികിലേക്ക് അങ്ങ് ചെന്നുകൊണ്ട് പോരാടാം. അവർ പറയുന്നു, സബ്ബത്ത് നാളാണ്, നമ്മളെ ആദരിക്കേണ്ട നാളാണ്. നമ്മുടെ മുൻഗാമികൾ ഈ നാടിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ, ഈ നാളിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതിന്റെ പേരിലല്ലേ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെട്ടത്? ഈ നാളിൽ പോരാടാൻ ഞങ്ങളില്ലെന്നാ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നും അവർ കേൾക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപരോധിക്കുകയാണ്. ദിവസങ്ങളോളം ഉപരോധിച്ചപ്പോഴാ അവർ പറയുന്നത്, അബൂ ലുബാബയെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരുമോ? സ്വഹാബി വര്യനാണ്, അദ്ദേഹവുമായി ഞങ്ങളൊന്ന് കൂടിയാലോചിക്കട്ടെ. അബൂ ലുബാബയെ പറഞ്ഞയക്കുന്നു. അബൂ ലുബാബയുടെ സ്വത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ ലുബാബ അവരോടൊപ്പം നിൽക്കുമെന്നാണ് അവർ കരുതിയത്. അബൂ ലുബാബയെ കണ്ടപ്പോൾ അവരെല്ലാവരും ചാടി വീണ് കരഞ്ഞ് നിലവിളിച്ച് രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ മുഹമ്മദിന്റെ തീരുമാനത്തിലേക്ക് ഇറങ്ങട്ടെ, മുഹമ്മദ് പറയുന്നത് പോലെ അനുസരിക്കാമെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അത് തന്നെയാ നിങ്ങൾക്ക് ഇനി നിർവാഹമുള്ളൂ, നിങ്ങൾ അത് കേട്ടോളൂ, പക്ഷേ അത് ഇതായിരിക്കുമേ എന്ന് പറഞ്ഞ അദ്ദേഹം കഴുത്തിലേക്ക് ചൂണ്ടുകയാണ്. കഴുത്തറുക്കാനാ തീരുമാനം, നിങ്ങളെ കൊല്ലാനാ തീരുമാനം. ഇദ്ദേഹം അത് പറയുമ്പോ പിന്നീട് മഹാനായ അബൂ ലുബാബ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ അല്ലേ ഞാൻ വഞ്ചിച്ചത്, നബിയുടെ തീരുമാനമല്ലേ ഞാൻ ഈ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാൾ. അള്ളാഹുവിന്റെ ഹബീബിനെ ഞാൻ വഞ്ചിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നേരെ പോയത് മദീനത്തെ പള്ളിയിലേക്കാണ്. ആ പള്ളിയിൽ എന്നെ കെട്ടിയിടാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നെ കെട്ടിടും, നമസ്കാരത്തിന്റെ നേരത്ത് തന്നെ എന്നെ അഴിച്ചുവിടും. ഞാൻ ആ സമയത്ത് നമസ്കരിക്കും, അവൾ കൊണ്ടുതരുന്ന അല്പം ഭക്ഷണങ്ങൾ മാത്രം കഴിക്കും. ഞാൻ അവിടെ തന്നെ അള്ളാഹു എന്റെ തൗബ സ്വീകരിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്നാ പറഞ്ഞത്. ആരംഭ നിബിതങ്ങൾ വിവരം കേട്ടപ്പോ പറഞ്ഞു, അബൂ ലുബാബ എന്റെ അരികിൽ വന്ന് എന്നോട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പുറത്തു കൊടുക്കാൻ പറയുമായിരുന്നല്ലോ. അബൂ ലുബാബ തന്നെ തീരുമാനിച്ചതല്ലേ, ഇനി അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ എന്നാ പറയുന്നത്. അവസാനം അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു എന്നായത്തിറങ്ങിയപ്പോഴാ സന്തോഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നതും അദ്ദേഹം അവിടെ നിന്ന് കെട്ടയച്ചു കൊണ്ടുവരികയും ചെയ്തത്. അബൂ ലുബാബ ഇത് പറഞ്ഞപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈള് ഗോത്രക്കാര് ഗത്യന്തരമില്ലാതെ പുറത്തു വരികയാണ്. 600-ന്റെയും 700-ന്റെയും ഇടയിൽ വരുന്ന അവരിലെ പുരുഷന്മാരെ മുഴുവനും കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. സ്ത്രീകളെയും കുട്ടികളെയും മറ്റൊരു ഭാഗത്തും നിർത്താൻ പറഞ്ഞു. ആ സമയത്ത് ഔസ് ഗോത്രക്കാർ വന്നുകൊണ്ട് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ബനു നളീർ ഗോത്രക്കാര് ഹസ്റജിന്റെ സഖ്യകക്ഷികളായിരുന്നു. ആ ബനു നളീർ ഗോത്രക്കാർ ഹസ്റജിന്റെ സഖ്യകക്ഷികളോട് അങ്ങ് ചെയ്തതുപോലെ നാട് വിടാൻ ഇവരോടും പറയണം നബിയെ, ഇവർ ഞങ്ങളുമായി കരാറിലുള്ളവരാ, ഔസ് ഗോത്രക്കാരുമായി കരാറിലുള്ളവരാണ് ബനൂ ഖുറൈള, അവർക്ക് നൽകിയ അവസരം ഇവർക്കും നൽകണം, ഇവർ നാട് വിട്ടു പോവട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ തീരുമാനിക്കട്ടെ. സഅദ് ബിൻ മുആദ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ വിധികർത്താവാക്കാം, അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണോ അത് നിങ്ങൾ അംഗീകരിക്കുന്നു. അവർക്കെല്ലാവർക്കും സമ്മതമായിരുന്നു. അവരും സമ്മതിച്ചു, ജൂതന്മാരും സമ്മതിച്ചു.
ബനൂ ഖുറൈളക്കാരും സമ്മതിച്ചു. അള്ളാഹുവിന്റെ റസൂല് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ പറയുന്നു. അദ്ദേഹം ഹന്തക്കിൽ നിന്ന് ഏറ്റൊരു മുറിവ് കാരണം ഫീദ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടാക്കിയിരുന്ന ഒരു ടെന്റിൽ താമസിക്കുകയായിരുന്നു. പാവപ്പെട്ടവരെ, മുറിവേറ്റവരെ, വേദന അനുഭവിക്കുന്നവരെ പാർപ്പിക്കാൻ വേണ്ടി ആ മഹദി ഉണ്ടാക്കിയ ടെന്റിൽ അവിടെയാ കഴിയുന്നത്. അവിടേക്ക് ചെല്ലുന്നു. ഔസുകാര് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വാഹനപ്പുറത്തിരുത്തി കൊണ്ടുവരുന്ന സമയത്ത് ഔസുകാര് പറഞ്ഞു, നിങ്ങളെ വിധികർത്താവാക്കാൻ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചത്, നിങ്ങൾ ശക്തമായൊരു തീരുമാനമെടുക്കണം, നമ്മുടെ ഈ വിഭാഗത്തെ നാടുകടത്താൻ പറയണം, കൊല്ലാൻ അനുവദിക്കരുത് എന്ന് അവരെല്ലാവരും പറയുമ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നതിൽ ആരും എന്നോടൊന്നും പറയേണ്ടതില്ല, എനിക്കാരെയും പേടിയില്ല, ഞാൻ ശക്തമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം വരുന്നു. അവർക്ക് സന്തോഷമായി. ബനു നളീറിനെ നാടുകടത്തിയതുപോലെ നമ്മുടെ ഗോത്രക്കാരെയും നമ്മളുമായി കരാറിലുള്ളവരെയും ഇദ്ദേഹം നാടുകടത്താനായിരിക്കും അഭിപ്രായപ്പെടുക എന്നായി ഇവർ കരുതിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് എത്തിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിങ്ങളെ ഞാൻ വിധികർത്താവാക്കിയിരിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്, അള്ളാഹുവിന്റെ നിയമമല്ലേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നിങ്ങളെ വിധികർത്താവാക്കാൻ. അദ്ദേഹം ബനൂ ഖുറൈളയോട് ചോദിച്ചു, ഞാൻ തീരുമാനിക്കട്ടെ. കൂടെ ഉണ്ടായിരുന്ന ഔസ് ഗോത്രക്കാരോട് സഹാബി വര്യന്മാരോടും ചോദിച്ചു, എന്റെ തീരുമാനം നിങ്ങൾക്ക് സമ്മതമാണോ, നിങ്ങൾ സമ്മതിക്കുമോ? തീർച്ചയായും. അവരെല്ലാവരും സമ്മതിക്കുമെന്ന് പറഞ്ഞപ്പോഴാ ഇദ്ദേഹം തീരുമാനിക്കുന്നത്, ഇവരുടെ കൂട്ടത്തിലെ പുരുഷന്മാരെയെല്ലാം, പ്രായം ചെന്ന പുരുഷന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കണം. നബിയെ ചതിക്കാൻ നോക്കിയവരെ, നമ്മെ കൊല്ലാൻ നോക്കിയവരെ, നമ്മെ വഞ്ചിക്കാൻ നോക്കിയവരെ, ഇവരെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കൊണ്ടുവരണം. ഇവരുടെ ഈ വീടുകൾ മുഹാജിറുകൾക്ക് വിട്ടു നൽകണമെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ്. അള്ളാഹിന്റെ തീരുമാനം, ഇന്നലെ മലക്കുകൾ എന്നെ അറിയിച്ച തീരുമാനമാണിത്. അൻസാരികൾ പറയുന്നു, അവരുടെ വീട് നമുക്കും കൂടി അവകാശം വേണം, മുഹാദിറുകൾക്ക് മാത്രമല്ല നമുക്കും വേണമെന്ന് പറയുമ്പോൾ സഅദ് എന്നവർ പറയുന്നത്, എന്റെ തീരുമാനം ഇതാണ്, മുഹാജിറുകൾ മദീനയിലേക്ക് മക്കയിലെ വീടുപേക്ഷിച്ച് വന്നവർ, അവർ നമ്മൾ ആശ്രയിച്ച് കഴിയേണ്ടി വരരുത്, ഇനി വീടിന് വേണ്ടി മറ്റൊരാളെയും ആശ്രയിക്കരുത്, അവർക്ക് ഈ വീട് നൽകണമെന്ന് അദ്ദേഹം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ ശിക്ഷാ നടപടി അവിടെ നടപ്പാക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ്. അവരിലെ പുരുഷന്മാരെയെല്ലാം അള്ളാഹുവിന്റെ റസൂൽ വേണ്ടി കൽപ്പിക്കുന്നു, അവരൊക്കെയും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. നബിയെ ചതിക്കാൻ നോക്കിയ വഞ്ചകരായ ഇത്തരം ആളുകൾ എല്ലാവരെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവർ കൊല്ലപ്പെടുകയാണ്. സ്ത്രീകളെ ബന്ദികളാക്കി പിടിക്കുന്നു. ഒരൊറ്റ സ്ത്രീയെ മാത്രം, ഒരു പുരുഷനെ കൊന്നതിന്റെ പേരിൽ, ഒരു സ്വഹാബി വരനെ കൊന്നതിന് പകരമായി ഒരു സ്ത്രീയെ മാത്രമാണ് അവരിൽ നിന്ന് കൊന്നത്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജൂതഗോത്രക്കാരോട്, ബനൂ ഖൈനുകാരും ബനൂ നളീറുകാരും ബനൂ ഖുറൈളക്കാരും നബിയെ വഞ്ചിച്ചപ്പോൾ, നബിക്കെതിരെ തിരിഞ്ഞപ്പോൾ അവരിലേക്ക് നടത്തിയ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളുമാണിത്. ബനൂ നളീർ ഗോത്രക്കാർ അതിന്റെ മുമ്പ് നാട് വിട്ടിരുന്നത് ഖൈബറിലേക്കായിരുന്നു. ഖൈബറിൽ ജൂതന്മാരാ താമസിക്കുന്നത്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് അവരിലേക്കും പോവേണ്ടി വന്നിട്ടുണ്ട്, ഖൈബറിലേക്ക്. ഹിജ്റ 7-ാം വർഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തിൽ ആ ഖൈബറിലേക്ക് പോകുന്നത്. 10,000-കണക്കിന് ആളുകൾ, ജൂതന്മാർ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. നബി തങ്ങൾ വരുന്നുണ്ടെന്ന വിവരം കേട്ടപ്പോൾ 1400, 1600ഓളം ആളുകളുമായ അള്ളാഹുവിന്റെ റസൂല് പോകുന്നത്. അവരെല്ലാ ദിവസവും 10,000-ഓളം വരുന്ന ഒരു പട ഖൈബറിന്റെ പുറത്തേക്ക് വന്ന് ഒരുങ്ങി നിന്നുകൊണ്ട് പറയും, ഹൈഹാത്ത ഹൈഹാത്ത് മുഹമ്മദും വഅസ്ഹാബുഹു ലാ യഗ്സൂനനാ. ഇല്ല, ഒരിക്കലുമില്ല, മുഹമ്മദിന് നമ്മളോട് പോരാടാൻ, ഈ 10,000-ഓട് നേരിടാൻ മുഹമ്മദിന് കഴിയില്ലെന്നാ അവർ പറഞ്ഞത്. എല്ലാ ദിവസവും അവർ ഇത് പറയുമായിരുന്നു. ഒരു ദിവസം അന്ന് അവർ ഉറങ്ങിപ്പോയി, അവർ ഉണർന്നില്ല, അവരെ വിളിച്ചുണർത്തുന്ന മൃഗങ്ങളുടെ ശബ്ദം കേട്ടില്ല. സാധാരണ രീതിയിൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ഉണർന്ന് പല ആളുകളും ജോലിക്ക് പോകുന്ന സമയത്താ അള്ളാഹുവിന്റെ റസൂല് ഖൈബറിലെത്തിയിരിക്കുന്നത്. നബിയെയും സ്വഹാബി വര്യന്മാരെയും കണ്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജാ മുഹമ്മദും വൽ ഖമീസ്, മുഹമ്മദും വൻ സൈന്യവും ഇവിടെ എത്തിയല്ലോ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബർ, ഇന്നാ ഇദാ നസൽനാ ബിസാഹത്തി ഖൗമിൻ ഫസാഅ സ്വബാഹുൽ മുൻദിരീൻ. ഖൈബർ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അക്ബർ, നമ്മൾ ശത്രുക്കളുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് രക്ഷയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ അവിടുത്തെ ഖൈബറിൽ ഒരുപാട് കോട്ടകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കോട്ടകൾ, സ്വഅബ്, നത്വാത്ത്, ഷഖ് തുടങ്ങിയ ഒരുപാട് കോട്ടകൾ. ഈ കോട്ടക്കുള്ളിലാണ് അവർ താമസിക്കുന്നത്. പല ഭാഗങ്ങളിലായി അവർ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. നബി തങ്ങൾ വരുന്നുണ്ടെന്ന വിവരം മദീനയിൽ നിന്ന്
മുനാഫിക്കുകൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നേരിടാൻ വേണ്ടി ഒരുപാട് കോട്ടകൾക്കുള്ളിൽ അവർ ഒരുങ്ങി നിൽക്കുന്നത്. സ്ത്രീകളും പണവും സ്വത്തും ഭക്ഷണങ്ങളും ഒക്കെ പല കോട്ടകളിലായി അവർ എത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നബി തങ്ങൾ അവിടെ എത്തി അള്ളാഹുവിന്റെ റസൂലിനെ എത്താത്ത് എന്ന് പറയുന്ന ഒരു കോട്ടക്കാരോടുമായി 7 ദിവസത്തോളം പോരാടുകയാണ്. 6ാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഉമർ എന്നവരെ പറഞ്ഞയക്കുകയാണ്. മറന്നവർ ചെന്ന് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജൂതനെ കിട്ടുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മുഹമ്മദിന്റെ അരികിൽ ഒന്ന് വരട്ടെ, സംസാരിക്കട്ടെ. അയാൾ വരുന്നു, നബിയോട് സംസാരിക്കുന്നു. ജൂതന്മാരുടെ എല്ലാ രഹസ്യങ്ങളും ഇദ്ദേഹം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അയാൾ പറയുന്നത്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ അവരിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്ന് അവരുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ്, ഞാൻ നാളെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന നല്ല ഒരാൾക്ക് ഈ പതാക നൽകും. അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അദ്ദേഹം ഇഷ്ടപ്പെടും പോലെ അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സ്വഹാബി വര്യന്മാർ മുഴുവനും ഞാനാവട്ടെ എന്ന് ആശിച്ചു കൊതിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പിറ്റേ ദിവസം ചോദിക്കുന്നത്, എവിടെ അലി എന്നാണ്. അലിയാർ സുഖമില്ലാതെ കണ്ണിന് രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഉമിനീരാക്കിയിട്ട് കണ്ണു തിരുമ്മിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രോഗം മാറുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പതാക നൽകിയിട്ട് സേനാ നായകനായി അള്ളാഹിന്റെ റസൂൽ പറഞ്ഞയക്കുമ്പോൾ പറയുന്നത്, ചെന്നുകൊണ്ട് അവരെ കൊല്ലണമെന്നല്ല, കാണുമ്പോൾ തന്നെ വെട്ടി നുറുക്കണമെന്നല്ല, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, സത്യദീനിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയണം. എന്നിട്ടും കൂട്ടാക്കുന്നില്ലെങ്കിലേ അവരെ നേരിടേണ്ടതുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ചെല്ലുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പ്രകാരം അലിയാർ പറയുന്നു, ഒന്നിനും അവർ തയ്യാറാകുന്നില്ല. അതാ വരുന്നു അവരുടെ മുന്നിലേക്ക് ഒരാൾ, അവരുടെ പടനായകനായ മർഹബ് എന്നയാളുടെ സഹോദരൻ ഹാരിസ കടന്നു വരുന്നത്. പടയങ്കി ധരിച്ച ഇദ്ദേഹം വന്ന് അലിയാരുമായി പോരാടുമ്പോൾ നിമിഷ നേരങ്ങളെ കൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് അവരുടെ പടനായകനാണ്. മർഹബ വരുന്നത് 2 പടയങ്കികളും 2 പടത്തൊപ്പികളും യുദ്ധായുധങ്ങൾ മുഴുവനും അണിഞ്ഞുകൊണ്ട് ഒരു വെട്ടുപോലും ശരീരത്തിൽ ഏൽക്കാത്ത വിധം അണിഞ്ഞൊരുങ്ങിയിട്ട അദ്ദേഹത്തിന്റെ വരവ്. അയാൾ വന്ന് വെല്ലുവിളിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ. ആ മർഹബ് വന്നുകൊണ്ട് ആഞ്ഞു വെട്ടുകയാണ് അലിയാരുടെ നേരെ. അലിയാരുടെ കയ്യിലുണ്ടായിരുന്ന പരിച കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ടയുടെ വാതിലെടുത്ത് അലിയാർ പരിചയാക്കി പിടിക്കുകയാണ്. യുദ്ധം കഴിയുന്നതുവരെ ആ പരിചയാണ് അലിയാരുടെ പരിചയായിരുന്നത്. 40 മുഴം നീളമുണ്ടായിരുന്ന ആ പരിച പിന്നീട് ആളുകൾ എടുത്തു നോക്കിയുമ്പോൾ ഒരു 70 ആളുകൾ കൂടി പ്രയാസപ്പെട്ടുകൊണ്ട് അതെടുത്തൊന്ന് മാറ്റിയിട്ടിരുന്നത്. അലിയാർ അല്ലാഹുവിന്റെ പ്രത്യേക സഹായം കാരണം ആ പരിചയാക്കിയിട്ട് ആ വാതിൽ പിടിച്ചുകൊണ്ട് അലിയാർ പോരാടുമ്പോൾ നിമിഷ നേരങ്ങളെ കൊണ്ട് തന്നെ ഒരൊറ്റ വെട്ട് അദ്ദേഹത്തിന്റെ പടത്തുപ്പികളെല്ലാം മുറിഞ്ഞ് അദ്ദേഹത്തിന്റെ തല മുറിഞ്ഞുകൊണ്ട് അയാൾ അവിടെ വീഴുകയാണ്. ഇത് കാണുമ്പോൾ ശത്രുക്കൾ കോട്ടക്കുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അവരെയും പിടികൂടുന്നു, എല്ലാവരെയും പിടികൂടുന്നു. മുസ്ലിം സൈന്യം അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, പോരാടുന്നു. അവരിങ്ങോട്ടും പോരാടുന്നു. പല ആളുകളുമായി പോരാട്ടം നടന്ന് അവരവിടെ നിന്ന് നാട് വിട്ടു പോകാമെന്ന് പറയുന്നു. പല ആളുകളും കൊല്ലപ്പെടുന്നു. നാട് വിട്ടു പോകാമെന്ന വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ കോട്ടകൾ മുഴുവനും ഇസ്ലാമിന്റെ അധീനത്തിലേക്ക് വരികയാണ്. അലിയാരുടെ നേതൃത്വത്തിൽ അതൊക്കെയും പിടിച്ചെടുക്കുകയാണ്. അവർ നാട് വിട്ടു പോകാമെന്ന് പറയുന്നു. ചില ആളുകൾ അവിടെ താമസിക്കുന്നു, നികുതി തന്നുകൊണ്ട്, നിങ്ങൾക്ക് പണം തന്നുകൊണ്ട് നിൽക്കാം, നിങ്ങൾക്കെതിരെ വരികയില്ല എന്ന് പറഞ്ഞ് വാക്ക് നൽകി നിൽക്കുന്നു. അവരും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിനെതിരെ തിരിഞ്ഞപ്പോൾ അവരെയും ഉമർ എന്നവർ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്ലാം ആ ജൂതഗോത്രത്തോരും അവസാനമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതഗോത്രത്തോട് നടത്തിയ സൈനിക നടപടി ഖൈബറിലേക്കായിരുന്നു. ആ ഖൈബറിൽ നിൽക്കുമ്പോഴാ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമ വന്നുകൊണ്ട് വിശ്വസിക്കുന്നത്. നബിയെ വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുന്നു, വിശ്വസിച്ചാൽ എനിക്കെന്താ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന തന്റെ യജമാനന്റെ ആടുകളെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹുവിനെ ഏൽപ്പിച്ചേക്കൂ, ആ ആടുകളെ അള്ളാഹു അവിടെ അങ്ങ് എത്തിക്കുമെന്നാ പറയുന്നത്. ഒരു മണല് വാരി പ്രത്യേകം മന്ത്രങ്ങൾ ഉരുവിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ ആടിനെ നേരെ എറിയുമ്പോൾ ആ ആടുകൾ കൂട്ടമായി തന്നെ അവരുടെ കോട്ടക്കുള്ളിലേക്ക് എത്തുന്നു. ഇയാള് നബിയോടൊപ്പം വിശ്വസിച്ച അദ്ദേഹം അവിടെ നിന്ന് പോരാടിയിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഒരു വക്ത് പോലും നമസ്കരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവരം പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു കളയുകയാണ്. മുഖം തിരിച്ചു. എന്തുപറ്റി നബിയെ എന്ന് ചോദിക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ
മുഖത്ത് നിന്നും തലയിൽ നിന്നും മണ്ണ് തടവി മാറ്റിക്കൊണ്ട് 2 ഹൂറുല്ലീങ്ങൾ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ലജ്ജിച്ചുകൊണ്ട് മാറി നിന്നതാണെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ വെച്ചായിരുന്നു. ആ സമയത്ത് എല്ലാം കഴിഞ്ഞ് വിജയിച്ച് മടങ്ങി വരുമ്പോഴാണ് ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രത്യേകമായി ഭക്ഷണത്തിൽ മാംസത്തിൽ വിഷം ചേർത്തുകൊണ്ട് കൊടുത്തത്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിൻ്റെ കുറകിൻ്റെ മാംസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അത് വായയിലേക്ക് വെച്ച് ഭക്ഷിക്കുമ്പോഴാ കുറക് സംസാരിക്കുന്നത്, എന്നെ ഭക്ഷിക്കരുത്, എന്നെ കഴിക്കരുത്, ഇന്നി മസ്മൂമ, ഞാൻ വിഷമൂട്ടപ്പെട്ടതാണെന്ന്. ഹരഫനബി തങ്ങൾ ആ പെണ്ണിനെ വിളിക്കുന്നു, ചോദിക്കുന്നു വിവരം. പെണ്ണ് പറയുന്നു, നിങ്ങളെല്ലാം ജയിച്ചടക്കുന്ന ഒരു രാജാവാണ്, എല്ലാ നാടുകളും പിടിച്ചടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളങ്ങ് മരിച്ചു പോവട്ടെ. അല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ സത്യദൂതനാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിവരം അള്ളാഹു അറിയിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിന് അള്ളാഹുവിൻ്റെ റസൂൽ മടക്കി അയക്കുകയാണ്. ഖൈബറിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ മുമ്പ് നാട് കടത്തിയിരുന്ന ആ ജൂതഗോത്രന്മാരോട് അള്ളാഹുവിൻ്റെ റസൂൽ പോരാടിയതും ബനു നളീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈള തുടങ്ങിയ ജൂതഗോത്രങ്ങളൊക്കെയും നബിയുമായി നടത്തിയ കരാറ് ലംഘിച്ചപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലേക്ക് സൈനിക നടപടികൾ നടത്തി അവരുമായി നേരിടേണ്ടി വന്നപ്പോൾ നേരിട്ടതിലെ അവസാനത്തതായിരുന്നു ജൂതന്മാരുമായി നടത്തിയ ഖൈബർ എന്ന് പറയുന്നത്. ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നടത്തേണ്ടി വന്നത് മക്കയിലേക്ക് തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകളുമായി തന്നെയാണ്. തന്നെ പുറത്താക്കിയ, തന്നെയും വിശ്വാസികളെയും പുറത്താക്കിയ, ജനിച്ചു വളർന്ന നാട്ടിൽ താമസിക്കാൻ അനുവദിക്കാത്ത അതേ ഖുറൈശികളോട് വിശ്രമമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അവസാന നിമിഷം വരെ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും നടത്തേണ്ടി വന്നത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.